യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പോകുക. നീ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അവിടുന്ന് തൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടാൻ പോകുക. ചെങ്കടൽ പിളർത്തിയവൻ അത്ഭുതങ്ങളുടെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഒരത്ഭുതം ചെയ്യും. നീ ഹൃദയത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വചനം. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ കീഴടക്കി. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. വിശുദ്ധ ബൈബിളിൽ അനേകായിരം വാഗ്ദാനങ്ങൾ മനുഷ്യന് വേണ്ടി ദൈവം നൽകിയിട്ടുണ്ട്. ബൈബിളിലെ ഓരോ വാഗ്ദാന വചനങ്ങളും ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാവണം. വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും. വിശ്വാസത്തിലൂടെ അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു. അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി. പഴയ നിയമ കാലഘട്ടം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ ജോഷുവയുടെ ചരിത്രം, മോസസിൻ്റെ ചരിത്രം, ഏലിയായുടെ എലീഷയുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അവർ വിശ്വാസ വീരന്മാരായിരുന്നു. അവർക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ ആഴമായ വിശ്വാസവും ആഴമായ ബോധ്യവും ഉണ്ടായിരുന്നു. ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റാത്ത ഒരു വലിയ വിശ്വാസത്തിൻ്റെ ശക്തി അവരുടെ ഉള്ളിൽ നിറഞ്ഞു.
അവർ രാജ്യങ്ങളെ വിറപ്പിക്കുന്നവരായിട്ട് മാറി. അവർ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നവരായിട്ട് മാറുകയാണ്. രാജ്യങ്ങളുടെ മേൽ ആധിപത്യമുള്ള അസാധാരണ ആത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികളായിട്ട് അവർ മാറിയെങ്കിൽ അത് വിശ്വാസത്തിലൂടെ അവർ അഭിഷേകം സ്വീകരിച്ചത്, അവർ ശക്തരായിട്ട് മാറിയത്. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രാപിക്കുക സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ ഒന്ന് തൊടുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്ന് സ്വീകരിക്കുവാൻ, ദൈവം നൽകുന്ന രോഗശാന്തികൾ, യേശു നൽകുന്ന സൗഖ്യങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് പറ്റാതെ വരികയാണ്. വിശുദ്ധ ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. വചനത്തിൽ പറയുന്നുണ്ട്, ഒരു തവണ 500-ലധികം പേർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അനേക തവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഇതൊക്കെ ചെയ്തത്. എന്നിട്ടോ നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നു, ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെ, ഹൃദയകാഠിന്യത്തെ അവൻ കുറ്റപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ട് അത് വിശ്വസിക്കാത്തവർ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു എന്നിട്ടും ഹൃദയ കാഠിന്യമുള്ളവർ, ഇത് പാപമാ. വിശ്വാസരാഹിത്യം ഏറ്റവും വലിയ ഒരു പാപമാ. ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിശ്വാസരാഹിത്യം ഏറ്റവും വലിയ പാപമാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിട്ട് കണ്ടിട്ട് വിശ്വസിക്കാത്ത വ്യക്തിയുടെ വിശ്വാസരാഹിത്യത്തെ, ഹൃദയ കാഠിന്യത്തെ യേശു കുറ്റപ്പെടുത്തി എന്ന് വചനം പറയുന്നു. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികളും അത്ഭുതകരമായ രോഗശാന്തികളും കണ്ടിട്ട് വിശ്വസിക്കാത്തവർ ഉണ്ട്. കർത്താവ് നൽകിയ അത്ഭുത സൗഖ്യങ്ങൾ നേടിയിട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കാതെ വീണ്ടും ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് മാറിയ അനേക വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. കർത്താവിൻ്റെ കരസ്പർശനമേറ്റു, അത്ഭുത വിടുതലിലേക്ക് വന്നു. എന്നിട്ടും വിശ്വാസ ജീവിതം നയിക്കാതെ, കുദാശ ജീവിതം നയിക്കാതെ, സഭയോട് ചേർന്ന് നിൽക്കാതെ, ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. യേശുവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങിയിട്ടും യേശുവിനെ മറന്നുകൊണ്ട് വിശ്വാസരഹിതമായ ജീവിതം നയിക്കുന്നവർ. ഇത് ആഴമായ ഒരു പാപമാണ്. ഈ വഴികളിലൂടെ വിശ്വാസരാഹിത്യത്തോടെ ഒരുവൻ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശക്തമായ തകർച്ചകളും ശക്തമായ തിരിച്ചടികളും സംഭവിക്കാനായിട്ട് പോവുകയാണ്. അനേകർ പ്രാർത്ഥിച്ചു, അനുഗ്രഹം പ്രാപിച്ചു, അനേകരെ ഉപവസിച്ചു, കർത്താവിനോട് ബലമായിട്ട് പ്രാർത്ഥിച്ചു മേടിച്ചു. എന്നിട്ട് ഇന്ന് അവരൊക്കെ കർത്താവിൻ്റെ വഴികളിലൂടെ അല്ല നടക്കുന്നത്. ചിലർ വിശ്വാസം പോലും ഉപേക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്, പ്രാർത്ഥനാ ജീവിതം വിട്ടു ജീവിക്കുന്നവരുണ്ട്, വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ വായിക്കുവാൻ പോലും താല്പര്യം കാണിക്കാത്തവരുണ്ട്. യേശുവിൻ്റെ കരസ്പർശനം ഏറ്റുവാങ്ങിയ തീരാരോഗികൾ സൗഖ്യം പ്രാപിച്ചു. എന്നിട്ടോ സൗഖ്യം ലഭിച്ച അവർ ഇന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരല്ല.
യേശുവാണ് സൗഖ്യം തന്നത് എന്നുപോലും 10 പേരുടെ മുൻപിൽ നിന്ന് അഭിമാനത്തോടെ പറയുവാൻ തയ്യാറില്ലാത്ത ക്രിസ്ത്യാനികളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. വിശ്വാസരാഹിത്യം ദൈവത്തിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഒരു പാപം തന്നെയാണ്. നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കുന്നു. അബ്രാഹാം വിശ്വസിച്ചു, അബ്രാഹാം അനുഗ്രഹം പ്രാപിച്ചു. ആര് വിശ്വസിക്കുന്നുവോ അവർ അനുഗ്രഹം പ്രാപിക്കും. അവർ ചോദിക്കുന്നത് ദൈവം കൊടുക്കുവാൻ തയ്യാറാവുകയാണ്. വിശ്വാസത്തിലൂടെയാ നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നത്. കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ ദയയിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചു നടക്കുന്നവർക്ക് ഒരിക്കലും ഒരു വീഴ്ച സംഭവിക്കത്തില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ തകർന്നു പോവത്തില്ല. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്തും പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് പാപമാണ്. ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം, ആ വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ എത്ര ബാബേൽ ഗോപുരങ്ങൾ പണിതുയർത്തിയാലും, എത്ര നേട്ടങ്ങൾ അവൻ സ്വന്തം കഴിവിൽ ആർജിച്ചാലും, ദൈവത്തെ മാറ്റി നിർത്തി വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം. നമ്മുടെ ബലമെന്ന് പറയുന്നത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ്. എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എനിക്ക് മുൻപിലും പിൻപിലും കാവൽക്കാരനായിട്ടുണ്ട്, എനിക്ക് മുൻപേ നടക്കുന്ന ഒരു ദൈവം, എന്നെ ഉള്ളം കയ്യിൽ താങ്ങുന്ന ഒരു ദൈവം. നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കത്തില്ല. നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ മതി. നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുക. നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നീ ആഴമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയി മാറേണ്ടിയിരിക്കുന്നു. വിശ്വാസ രാഹിത്യത്തെ കർത്താവ് ശക്തമായിട്ട് ശാസിക്കുകയാണ്. വിശ്വാസരാഹിത്യം ഗൗരവമേറിയ ഒരു പാപമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ യേശു ജീവൻ്റെ അപ്പം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ജനത്തെ ആഴമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന്, രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആഴമായ ഒരു വലിയ സത്യം യേശു ആ ജനത്തോട് പ്രഖ്യാപിച്ചു. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ശിഷ്യന്മാർ ഇപ്രകാരം പറഞ്ഞു: ഈ വചനം ഇത് കഠിനമാണ്, ഇത് വിശ്വസിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 6:66 പറയുന്നു: അനേകം ശിഷ്യന്മാർ യേശുവിനെ വിട്ടിട്ട് പോയി. അനേകം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ യേശുവിൻ്റെ കൂടെ വന്നില്ല. യേശുവിൻ്റെ വചനം അവർക്ക് വിശ്വസിക്കാൻ ആയില്ല. അത് വിശ്വാസരാഹിത്യം തന്നെയാണ്. യേശുവിൻ്റെ വചനത്തെ അവർ ഹൃദയത്തിൽ ഏറ്റെടുത്തില്ല. അവർ യേശുവിൻ്റെ വചനത്തെ സംശയിച്ചു. വചനത്തെ സംശയിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ അവർ സംശയിച്ചു. യേശുവിൻ്റെ അധരത്തിലൂടെ പുറപ്പെട്ട സത്യത്തിൻ്റെ വചനത്തെ അവർ സംശയിച്ചു. അവരെ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ വന്നിട്ടില്ല, നടന്നിട്ടില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ ഉള്ളിലേക്ക് വിതയ്ക്കപ്പെട്ട വചനം ദുഷ്ടപിശാച് എടുത്തുമാറ്റി. അവരുടെ ഹൃദയത്തിൽ അവിശ്വാസത്തിൻ്റെ ചിന്ത കൊടുത്തു. ഇന്നും പല വ്യക്തികളിൽ അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വാസരാഹിത്യത്തിൻ്റെ അരൂപി അനേക വ്യക്തികളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനാണ് കുമ്പസാരിക്കുന്നത്? എന്തിനാണ് കൂദാശ ജീവിതം?
എന്തിനാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാ വചനം വായിക്കുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവർ നിൽക്കുന്ന സ്ഥലം തെന്നുന്ന സ്ഥലമാണ്. അവർ വീഴും, ആ വീഴ്ച വലുതായിരിക്കുകയും ചെയ്യും. ഹൃദയത്തിൽ നിന്ന് വിശ്വാസം പൂർണ്ണമായിട്ടും നഷ്ടമാകുന്ന അവസ്ഥ അതൊരു നിർഭാഗ്യ അവസ്ഥ തന്നെയാണ്. വിശ്വാസത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണം. വിശ്വാസം കൂടാതെ നമുക്ക് ഒന്നും നേടിയെടുക്കുവാൻ സാധ്യമല്ല. നീ വിശ്വസിക്കുന്നുണ്ടോ? നീ ചോദിക്കുന്നത് കർത്താവ് തരും. പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്തും തരുമെന്ന് വിശ്വസിച്ചുകൊള്ളുക. നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉറപ്പാണിത്. ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരിക. നീ പ്രാർത്ഥിക്ക്, നീ ചോദിക്ക്, നീ യാചിക്ക്, നിനക്ക് ഞാൻ തരും. വിശ്വാസത്തോടെ നീ ചോദിക്കുമ്പോൾ നിനക്ക് തരുവാൻ കർത്താവ് മനസ്സായിട്ട് നിൽക്കുകയാണ്. വിശ്വാസ രാഹിത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ തിന്മയുടെ ആത്മാവ് നമ്മളെ വിട്ടുമാറണം. വിശ്വാസ രാഹിത്യത്തിലേക്ക് നമ്മളെ വീഴിക്കുന്ന ആ കെടിയിൽ നമ്മളെ വീഴിച്ച് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന, ദൈവവചനത്തെ നീക്കിക്കളയുന്ന ആ ദുഷ്ടപിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പുറത്തു വരേണ്ടിയിരിക്കുന്നു. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനോട് വിശ്വാസത്തിൻ്റെ വലിയ ഒരു അഭിഷേകം നമുക്ക് നൽകുവാനായിട്ട് നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ വിശ്വാസത്തെ ഉണർത്തണമേ. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 7-ാമത്തെ വചനം, സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. സത്യസന്ധന്റെ പിൻതലമുറകൾ, സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒരു വ്യക്തി സത്യസന്ധതയിൽ ജീവിക്കണമെങ്കിൽ, ഒരുവൻ നീതിമാനായിട്ട് മാറണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള ആഴമായ ഒരു വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളവന് മാത്രമേ നീതിമാനായിട്ട് ജീവിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അല്ലാത്ത ഒരു വ്യക്തി, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി, അവൻ കണ്ടത് കേട്ടത് അല്ലെ അവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് അവൻ പലതും തീരുമാനങ്ങൾ എടുക്കുക. അവിടെ ദൈവവചനത്തിന് ചേർന്നതോ ദൈവഹിതത്തിന് ചേർന്നതോ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ആഴമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവൻ നീതിമാനാകണമെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അവൻ്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 51-52 വചനങ്ങൾ. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ അപമാനിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രേരണകൾ നിങ്ങൾ അവഗണിച്ചു കളയുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കുന്നില്ല. ഹൃദയത്തിൽ കാപഠ്യം നിറഞ്ഞവരെ, എൻ്റെ കരവേലകൾ തന്നെയല്ലേ മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. ഹൃദയത്തിൽ വിശ്വാസമില്ല, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. പിതാക്കന്മാര് പ്രവാചകന്മാരെ കൊന്നവര്, പ്രവാചകന്മാരുടെ രക്തത്തിന് കൂട്ടുനിന്നവർ.
നീതിമാനായ ക്രിസ്തുവിനെ കുരിശിലേറ്റുവാൻ കൂട്ടുന്ന സമൂഹം, മർക്കട മുഷ്ടിക്കാർ, ഹൃദയം കഠിനമാക്കിയവർ, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ, അവരൊക്കെയാണ് അവനെ ക്രൂശിൽ തറച്ചത്. കുരിശിൽ അവൻ വിജയം ആഘോഷിച്ചു. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അനേകരുടെ മുൻപിൽ അവൻ പ്രത്യക്ഷനായി. പക്ഷേ പലരും വിശ്വസിച്ചില്ല. വിശ്വാസത്തിൻ്റെ ആ ഒരു അഗ്നി കെട്ടുപോയ മനുഷ്യർ. വിശ്വാസത്തിൽ നമുക്ക് ജ്വലിക്കണം. വിശ്വാസത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ പകരുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ വീഴ്ത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. അവിശ്വാസത്തിൻ്റെ അരൂപി ഞങ്ങളെ വിട്ടുമാറട്ടെ. അവിശ്വാസത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ വിട്ടുമാറട്ടെ. കഠിന ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മൃദുല ഹൃദയമായിട്ട് മാറട്ടെ. ശിലാഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവെ കടന്നു വരണമേ. ശിലാഹൃദയങ്ങളെ മാംസല ഹൃദയമാക്കി മാറ്റണമേ. ദൈവസ്വരം ശ്രവിക്കുവാൻ, ആഴമായ വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അവിശ്വാസികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. അവിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ആമേൻ. നിക്കോൾ എവിടെ നിന്ന് വരുന്നു? തൊടുപുഴ. കാൽമുട്ടിന് എന്ത് പറ്റുക? ബാസ്കറ്റ് ബോൾ കളിച്ച ലിഗമെന്റ് ടയറാണ്. തെന്നുവ മുട്ട് തെന്നി വീഴും. ബാസ്കറ്റ് ബോൾ കളിച്ച് വീണോ? മുട്ടടിച്ച് വീണോ? ബാസ്കറ്റ് ബോൾ കളിച്ച് മുട്ടടിച്ച് വീണ് മുട്ട സ്ലിപ്പായതാണ് ഈ മകൻ്റെ. ഓപ്പറേഷൻ പറഞ്ഞിരിക്കണോ? ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. വലതുകാലം ഓപ്പറേഷൻ ചെയ്ത ഇടതുകാലം ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. മുട്ട തെന്നി വീഴുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഇടത് കാൽമുട്ട് ഇനി തെന്നി പോകത്തില്ല. ആ കാൽമുട്ടിന് ഓപ്പറേഷൻ വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ട ഇനി ഊരിപ്പോകത്തില്ല. ചടികരിക്കോ, ചടികരിക്കോ, വിളിച്ച് കുടഞ്ഞേ, ധൈര്യമായിട്ട് കുടഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ 2 കാലം മാറി മാറി കുടഞ്ഞേ. കുടയട്ടെ, കുടയട്ടെ, നന്നായിട്ട് കുടയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മുട്ട പിടിച്ചേ, തിരിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും. യേശുവിൻ്റെ നാമത്തിൽ ആ മുട്ടൂരി പോകത്തില്ല. ഹല്ലേലൂയ. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കാൽമുട്ട തിരിച്ചത് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. ഊരി പോവത്തില്ലെന്ന് പറഞ്ഞാൽ ഊരി പോവത്തില്ല കാൽമുട്ട്. ആ കാൽമുട്ടെ കത്തി വെക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊഴിച്ചേ കാലം മാറി മാറി തൊഴിച്ചേ. ഒന്ന് മുട്ട നിന്നേ, കരമിടിച്ചു നന്ദി പറയാം. എൻ്റെ പേര് നിക്കോൾ. ഞാൻ MBA പഠിക്കുക വന്നപ്പോഴത്തെ ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഇടിച്ചിങ്ങനെ എൻ്റെ മുട്ടിങ്ങനെ സ്ലിപ്പായി പോയതാ. അപ്പം അന്ന് വരെ ഒരു ഇൻസ്റ്റേബിൾ ആയിരുന്നു മുട്ട്. അപ്പം താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു. ഇപ്പം 3-4 വർഷമായി. പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തില്ല. ഇതുവരെ ഞാനൊരു അത്ഭുതത്തിന് ഈ 3-4 വർഷം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതെന്താ ഒരു അത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കാരണം എന്താ? പക്ഷേ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്കറിയില്ല കാരണം എന്താന്ന്. കാരണം അറിയാതെ തന്നെ ഈ മകൻ ഒരത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതിവിടെ വെച്ച് തന്നെ കർത്താവ് ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിച്ച? ഭാര്യയും കൊച്ചും ഉണ്ട്. ഉണ്ടല്ലോ. എത്ര പിള്ളേരുണ്ട്? ഒരു കൊച്ച്, ഒരു കുട്ടി. മോനെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാ. എവിടെയാണ്? പുറത്ത്, ബഹറില്ല. ബഹറില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. കാലൊക്കെ ഒന്ന് തൊഴിച്ച് കാണിച്ചു തന്നിട്ട്. ഹല്ലേലൂയ. നോക്കുക, ഓപ്പറേഷൻ പറഞ്ഞ കാൽമുട്ടാണ് ഈ പിടുത്തവും ചവിട്ടും തൊഴിയും ഒക്കെ. ഒന്ന് ഓടിക്കാണിക്കാവോ? ഓടി. എനിക്കൊരു ഇങ്ങനെ വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ച് എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അവനെ എപ്പോഴും ഇങ്ങനെ കളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇനി തൊട്ട് എനിക്ക് കളിക്കാൻ പറ്റും. ഹല്ലേലൂയ. യേശു
ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു